പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 23 തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കാത്തുരുവാരിച്ച് കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി പരിപാലിക്കുന്ന നമ്മുടെ പിതാവിന് ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. നന്ദിയോടെ കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പറ, നന്ദിയോടെ സ്തോത്രം പറ, നന്ദിയോടെ സ്തോത്രം പറ. കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും നടത്തുന്നത്, ഓരോ നിമിഷങ്ങളിലും നമ്മളെ നടത്തുന്നത്. അത് ഓർക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിനെ ആർത്തു വിളിച്ച് സ്തോത്രം പറയണം കേട്ടോ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് നിങ്ങളായിരിക്കുന്നിടത്തൊക്കെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവെ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ പരിപാലനത്തിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. അവൻ 42-ാം സങ്കീർത്തനത്തിൽ അവൻ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ്, എൻ്റെ ദൈവമേ, കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്താ അർത്ഥമെന്നറിയാമോ? അടുത്തിരുന്ന് ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ഉള്ളം കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവെ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും, ആമേൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 4-ാം ഭാഗം പറയുന്ന, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മൃഗപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പം കർത്താവിനെ സ്തോത്രം പറയുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, സന്തോഷിക്കുവാനൊക്കെ കർത്താവ് നമ്മളെ ഈ പകൽക്കാലം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം. രാത്രിയിൽ കർത്താവെ ഞങ്ങളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വൻ കൃപകൾക്കായി സ്തോത്രം, വൻ കൃപകൾക്കായി സ്തോത്രം, വൻ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവിക സമാധാനം അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനം മൂലം കുടുംബജീവിതം തകർന്ന് അസ്വസ്ഥത അനുഭവിക്കുന്ന, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും, കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സന്തോഷവും വർദ്ധിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ കുടുംബങ്ങളെയും വ്യക്തിപരമായി കർത്താവ് സൂക്ഷിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് വിടുതൽ കൊടുക്കണം. രോഗികളായിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ശരീരം ബലഹീനമായി പോകുന്നത് പോലെ തോന്നുന്ന വൈകിയവേളകളിൽ, എല്ലാ ദിവസവും വൈകിട്ട് ശരീരത്തിന് ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ തലയ്ക്കകത്ത് വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, അവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുതൽ കൊടുക്കുവാൻ മതിയായ ദൈവമാകിയാൽ സ്തോത്രം, സ്വസ്ഥത കൊടുക്കുവാൻ മതിയായ ദൈവമാകിയാൽ സ്തോത്രം.
വഴികൾ തുറക്കുവാൻ ശക്തനാകിയാൽ സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴിവാതിലുകളെ തുറന്നു കൊടുക്കണമേ കർത്താവേ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നഷ്ടങ്ങൾ വരുമോ എന്നുള്ള ഭാരത്തിൽ, തന്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരുമോ എന്നുള്ള ഭാരത്തിൽ ആമേൻ വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷി ചെയ്തു അത് നഷ്ടമായി തീരുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ നഷ്ടത്തിന്റെ ചിന്തകളും മാറിപ്പോട്ടെ, എല്ലാ നഷ്ടത്തിന്റെ തോന്നലുകളും മാറിപ്പോട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധി കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആകാശത്തുനിന്ന് മഴയും മഞ്ഞും പെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ആകാശത്തുനിന്ന് മഴയും മഞ്ഞും പെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ആകാശത്തുനിന്ന് മഴയും മഞ്ഞും പെയ്ത് തക്ക സമയത്ത് ഫലം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഒരിക്കലൂടെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ അനുഗ്രഹിക്കണം. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആഴത്തിൽ ഞങ്ങളോട് ഇടപെടുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. കർത്താവ് പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, ഇന്ന് വൈകിട്ട് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സൂമിലൂടെയുള്ള ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിന്റെ ഐഡിയോ പാസ്വേഡോ ഒക്കെ കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് അത് അയച്ചു തരും. നിശ്ചയമായിട്ടും പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായിരിക്കും. പിന്നെ കർത്താവ് നയിക്കുന്നത് പോലെ ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇന്നലെ അയച്ചു കൊടുത്ത ആളുകളെക്കാൾ 10 പേർ കൂടുതൽ അയച്ചു കൊടുത്ത് അവരെ കൂടെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ഇങ്ങനെ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സംസാരിച്ചു. കർത്താവിന്റെ വചനം പത്രോസ് പ്രസംഗിച്ചു. അന്നത്തെ ദിവസം തന്നെ ഏകദേശം 13,000-ഓളം ആളുകൾ രക്ഷപ്രാപിപ്പാൻ സ്നാനപ്പെടുവാൻ ഇടവന്നു. തുടർന്ന് ദൈവത്തിന്റെ സഭ വളരുവാൻ ആരംഭിച്ചു. ദൈവജനം ശക്തിപ്പെടുവാൻ ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം പൊതുവകയിൽ നിന്നുകയും അവരെ അന്യോന്യം സഹായിക്കുകയും അന്യോന്യം അവരുടെ നന്മകളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നും നമ്മൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കുള്ളതിൽ നിന്നും മറ്റൊരാളെ സഹായിക്കുന്നത്, നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ നിന്നും മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറുന്നത് എപ്പോഴും അനുഗ്രഹമാണ്. ദൈവം അനന്യാസും ഭാര്യയും വീട്ടിൽ നിന്ന് ആലോചിച്ചു, എല്ലാവരും ചെയ്യുന്നു, എന്നാൽ പിന്നെ നമുക്കും ചെയ്യാം എന്ന് അവരും തീരുമാനിച്ചു. അങ്ങനെ അവര് നിലം വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പിശാച് അവരുടെ മനസ്സിലൊരു ചിന്ത കൊണ്ട് കൊടുത്തു. അനന്യാസേ, നീ ഒരു കാര്യം ചെയ്യ്, നീ വിൽക്കുന്നതിന്റെ പകുതി നിന്റെ കൈവെക്ക്, അല്ലെങ്കിൽ 4-1 അല്ലെങ്കിൽ ഇത്ര ഭാഗവും നീ കൈവച്ചിട്ട് ബാക്കി കൊണ്ടുപോയി അവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചാൽ മതി. കാരണം നിങ്ങളുടെ കാര്യങ്ങളും നടക്കണ്ടായോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നടക്കണ്ടായോ, എല്ലാം അങ്ങനെ അങ്ങ് കൊടുത്താൽ ഒക്കുവോ എന്ന് പിശാച് ഇവരുടെ ഉള്ളിൽ ചിന്ത കൊടുത്ത് കാണും. അപ്പം ഈ ചിന്ത അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അത് ഡിസ്കസ് ചെയ്യുകയും അവരൊന്നിച്ച് ഒരു തീരുമാനമെടുത്ത് എന്നാൽ പിന്നെ കുറച്ചു കൊണ്ട് കൊടുക്കാം. കാരണം പത്രോസ് ഇപ്പൊ എങ്ങനെ അറിയാനാ? നമ്മുടെ ചിന്ത ഇതാണ്, നിങ്ങളുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇത് പുതിയ നിയമസഭയാണ്. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ദൈവസഭയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ എന്താ പറ്റിയത്? ഇവിടെ നിൽക്കുന്ന അനന്യാസിന്റെ ഹൃദയത്തെ ആര് കൈവശമാക്കി? സാത്താൻ കൈവശമാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തി ചെയ്യിക്കുവാൻ തക്കവണ്ണം അവിടെ ഇടവന്നു. അതായത് കള്ളം പറയുന്നതും വ്യാജം പ്രവർത്തിക്കുന്നതും ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന സാത്താന്റെ പ്രവൃത്തികളാണ്. അപ്പൊ സാത്താന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഈ പ്രിയപ്പെട്ട സഹോദരനെയും സഹോദരിയെയും ഉപയോഗിക്കപ്പെട്ടു. അതിന് കാരണം എന്നാണെന്നറിയാമോ? ചിന്ത കൊണ്ടുവന്നതാ. ആ ചിന്താമണ്ഡലത്തിൽ ചിന്ത കൊണ്ടുവന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാം മാറിപ്പോട്ടെ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയാത്തോവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം ഇതാ, നമ്മളിലേക്ക് പലതരത്തിലുള്ള ചിന്തകളെ കൊണ്ടുവരുവാൻ പിശാച് ശ്രമിക്കും. ആദാം ഹവ്വ ദമ്പതികൾ പാപം ചെയ്യുവാനുണ്ടായ കാര്യം എന്തുവാ? പിശാച് കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ ചിന്തയിട്ട് കൊടുത്തു. നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്താകും? നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന ചിന്തയായി ഇവരുടെ ഉള്ളിലിട്ട് ഈ ചിന്ത ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുക ചെയ്ത്. അപ്പം ഇന്ന് പകൽക്കാലവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് നമ്മുടെ ഉള്ളിൽ ചിന്തകളെ കൊണ്ടിടും, പലതരത്തിലുള്ള ചിന്തകളെ കൊണ്ടിടും. അപ്പൊ ഈ ചിന്തകൾ നമ്മുടെ അകത്ത് കയറിപ്പോയാൽ അത് പാപമായി മാറുവാൻ, ദൈവഹിതത്തിന് വിരോധമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാച് കൊണ്ടിരുന്ന ചിന്തകളെ നമ്മൾ അപ്പാടെ അവഗണിച്ചു കളയണം. ദൈവത്തിന്റെ വചനം കൊണ്ട് അതിനെ ജയിക്കണം. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ അടുക്കലും ചിന്തകളുമായിട്ട് പിശാച് വന്നു.
നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഈ കാണുന്ന എല്ലാം നിനക്ക് തന്നേക്കാം. നിനക്ക് എന്തുകൊണ്ട് ഈ കല്ലിനോട് അപ്പമായിക്കൂടെ എന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ നീ ചാടിയാൽ ദൂതന്മാർ നിന്റെ താങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല ചിന്തകൾ കൊണ്ട് കൊടുത്തു. പക്ഷെ യേശു പറഞ്ഞു, അവിടെ എല്ലാം തന്റെ വചനം കൊണ്ട് യേശു ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലയ്ക്ക് മീതെ പക്ഷി പറക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ കാക്കയും കുരുവിയും കുയിലും ഒക്കെ പറന്നു പോകും. പക്ഷെ ഇത് പറക്കുന്നത് നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷേ അത് കൂട് വെക്കുന്നത് നമുക്ക് തടയുവാൻ കഴിയും. കൂട് വെച്ചാൽ മുട്ടയിടും, വിരിയും, ഫലമുണ്ടാകും. അപ്പൊ കൂട് വെക്കുന്നത് തടയുവാൻ നമുക്ക് കഴിയും, നമ്മൾ ഓടിച്ചു വിടാൻ കഴിയും. എന്നാൽ പറക്കുന്നത് തടയുവാൻ നമുക്ക് കഴിയത്തില്ല. ഇതുപോലെ തന്നെയാണ് ചിന്തകൾ പലതും വരും, നമുക്ക് തടയാൻ പറ്റത്തില്ല. പല ചിന്തകൾ വരും. അത് പിശാച് കൊണ്ടുവരുന്ന ചിന്തകളുണ്ട്. നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ദൈവം കൊണ്ടുവന്ന ചിന്തയാണ് അന്ന് അവിടുത്തെ മതില് പണിയുന്ന കാര്യത്തെക്കുറിച്ച്. ഇതുപോലെ ദൈവം കൊണ്ടുവരുന്ന ചിന്തകളുണ്ട്, പിശാച് കൊണ്ടുവരുന്ന ചിന്തകളുണ്ട്. അപ്പം പിശാച് കൊണ്ടുവരുന്ന ചിന്തകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിനക്ക് ആരുമില്ല, നീ ഇങ്ങനെ ജീവിച്ചാൽ നീ എന്തായിത്തീരും? പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. ഈ രോഗം ഒരിക്കലും സൗഖ്യമാകത്തില്ല, നീ രോഗിയായി തന്നെ മരിക്കും. ഇത് പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. നിന്റെ തലമുറകൾ നശിച്ചു പോകും. ഇത് ആര് കൊണ്ടിരുന്ന ചിന്തയാണെന്നറിയും? പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. എടാ, എങ്ങനെങ്കിലും കുറെ പണം ഉണ്ടാക്കണം, കൈക്കൂലി മേടിക്കണം, മറ്റവനെ കമത്തണം, അവനെ കാലെ ചവിട്ടണം, എന്നിട്ട് നീ ആ പൊസിഷനിൽ കയറിയിരിക്കണം. പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. മറ്റൊരാൾ നന്മ വരുമ്പോൾ, അയ്യോ ഇവനെ ഇങ്ങനെ നന്മ വന്നു, ഇവനിട്ട് ദോഷം ചെയ്യണം എന്നുള്ളത് പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. ആമേൻ. മാതാപിതാക്കളോട് കള്ളം പറയണമെന്നുള്ളത് പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അതുപോലെ വേണ്ടാത്തത് നെറ്റിനകത്ത് കാണണമെന്നുള്ളത് പിശാച് കൊണ്ടിരുന്ന ചിന്തയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ നമ്മൾ ദൈവമക്കൾ അലേർട്ടായിരിക്കണം. ഏത് ചിന്ത നമുക്ക് സ്വീകരിക്കണം, ഏത് ചിന്ത നമ്മൾ സ്വീകരിക്കണ്ട എന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത്. പക്ഷി പറക്കുമ്പോൾ അതിനെ ഓടിച്ചു വിടണോ അതോ തലയിൽ ഇരുത്തണോ എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. ഇതുപോലെ തന്നെ പിശാച് കൊണ്ടിരുന്ന ചിന്തയെ ഞാൻ എൻ്റെ അകത്തേക്ക് ഇരുത്തിയിട്ട് ഇവിടെ അവസാനം എൻ്റെ ഹൃദയത്തെ അവകാശമാക്കാൻ കൊടുക്കണോ അതോ അവൻ കൊണ്ടിരുന്ന ചിന്തയാ? പാപം ചെയ്യാൻ പറയുന്ന പിശാച, നെറ്റിൽ കൂടെ പാപം കാണാൻ പറയുന്ന പിശാച, വാ കൊണ്ട് കള്ളം പറയാൻ പറയുന്ന പിശാച. ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ ഇപ്പൊ എന്നാ സംഭവിക്കാൻ? ഈ ഒരു കള്ളം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്കൊരു നീക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കള്ളം അങ്ങ് പറഞ്ഞേക്കാൻ പ്രശ്നം തീർന്നില്ലേ? പിശാച് കൊണ്ടിരുന്ന ചിന്തയാ. ഇപ്പൊ ഓഫീസിൽ എല്ലാവരും സമയത്തിനും നീ ഇപ്പൊ പോയില്ലേ, എന്നെ ആര് കാണാനാ എന്ന് ചോദിക്കുന്ന പിശാചിന്റെ ചിന്തയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിരുന്നത് പിശാചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ സ്വീകരിക്കണോ വേണ്ട എന്ന് നമ്മളാ തീരുമാനിക്കണം. പിശാചിന് ഫലം കായ്ക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചത് അതോ യേശുക്രിസ്തുവിന് ഫലം കായ്ക്കാനാണോ വിളിച്ചത്? അപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്തു വേണം നമ്മൾ ചിന്തിക്കുവാൻ? തോൽവി വരും, പരാജയം വരും, നശിച്ചു പോകും എന്നുള്ള ചിന്തകളൊക്കെ പിശാച് കൊണ്ടുവരുമ്പോൾ ഇതിനെ നമ്മൾ കുടിയിരുത്താതെ യേശുവിന്റെ നാമത്തിൽ അതിനെ റിജക്ട് ചെയ്തിട്ട് പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ജയാളിയാണ്, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പാപചിന്തകൾക്ക് എന്റെ മേൽ അവകാശമില്ല, പാപപ്രവൃത്തികൾക്ക് എന്റെ മേൽ അവകാശമില്ല. ആമേൻ. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പാപചിന്തകളെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ ജയിക്കണം. ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ പാപം മാത്രമല്ല, ഇതുമ്മ പറഞ്ഞ ഞാൻ മരിച്ചു പോകും എന്നുള്ളത് പിശാചിന്റെ ചിന്തിപ്പിക്കുക, എന്നിട്ട് നമ്മളെ നിർജീവമാക്കി കളയുക. ഈ രോഗം മാറത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തി കളയുക. ഇനി ഒരു മുന്നോട്ടം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തുന്ന ഇങ്ങനെയുള്ള പരിപാടികളാണ്, നെഗറ്റീവ് തോട്ട്സ് ആണ് പിശാച് കൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഏത് അകത്തോട്ട് വിടണം, ഏത് പുറത്തോട്ട് വിടണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദൈവം കൊണ്ടിരുന്ന നിനക്ക് നന്മ വരും, നീ ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അവൻ നന്മ പ്രവർത്തിക്കാൻ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ചിന്ത കൊണ്ടുവരും. പാപത്തെ വെറുക്കുവാൻ നമ്മുടെ ഉള്ളിൽ ചിന്ത കൊണ്ടുവരും. ഇങ്ങനെ ദൈവഹിതമായ ചിന്തകളുണ്ട്, ദൈവം കൊണ്ടിരുന്ന ചിന്തകളുണ്ട്, അല്ലെങ്കിൽ പിശാച് കൊണ്ടിരുന്ന ചിന്തകളുണ്ട്. ഏതിനെ നമ്മുടെ അകത്തേക്ക് കയറ്റിവിടണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, ചിന്തകൾ കൊണ്ടെന്ന് താലോലിക്കരുത്. താലോലിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനന്യാസും ഭാര്യ ഒറ്റ നിമിഷം കൊണ്ട് തീരുമാനിച്ചല്ല. അവരോട് പറഞ്ഞു കാണും, പിന്നെ ഇത് മൊത്തം കൊണ്ടുവന്ന് പത്രോസിന്റെ കാക്ക വെച്ചിട്ട് ഇപ്പൊ എന്നെ എടുക്കാന് ഒരു പകുതി എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുമല്ലേ അവിടെ ഇല്ലേ, നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ വരുമ്പോൾ വല്ലതും കഴിക്കാമല്ലോ, നിങ്ങളുടെ പിള്ളേർക്ക് വല്ലതും കഴിക്കാമല്ലോ, ഇപ്പൊ പത്രോസ് എങ്ങനെ കാണാനാ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. അത് അവർ രണ്ടുകൂടെ ഡിസ്കസ് ചെയ്തു. അത് പാപമായി മാറി പിശാച് അവരുടെ ഹൃദയത്തെ കൈവശമാക്കുവാനിട വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മുടെ ഹൃദയത്തെ പിശാച് കൈവശമാക്കാൻ വിട്ടുകൊടുക്കരുത്. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അതുകൊണ്ട് ചിന്തകൾ അകത്ത് കയറരുത്. വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ അതിന് ഫിൽറ്റർ വെച്ചിട്ട് തട്ടിക്കളഞ്ഞേക്കണം. കിളി കൂട് വെക്കാൻ അനുവദിക്കാതെ സൂക്ഷിച്ചോണം. അതുകൊണ്ട് നമ്മളെല്ലാം പറയേണ്ട പൊന്നു ദൈവദാസനെ, എങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകളെ ജയിക്കാൻ പറ്റും? ഉള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം കയറി ഞാൻ പാപിയ. ഇല്ല, ചിന്തകൾ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പാപമൊന്നുമില്ല.
പറഞ്ഞില്ലേ, പക്ഷി പറന്നെന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല, കൂട് വെക്കാതിരുന്നാൽ മതി. ചിന്തകൾ വരാതെ നമുക്ക് നോക്കാൻ മാർഗമൊന്നുമില്ല. പല ചിന്തകൾ വരും. പിന്നെ അങ്ങനെ ചിന്തകൾ വരുന്ന വീഡിയോ കാണാതിരിക്കുക, അങ്ങനെ ചിന്തകൾ വരുന്ന ആളുകളുമായിട്ട് ഇടപെടാതിരിക്കുക. ഇപ്പം ഈ ദ്രവ്യാഗ്രഹമുള്ളവനോട് കൂടിയ ദ്രവ്യാഗ്രഹ ചിന്തകൾ വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാം. എങ്കിൽ പോലും ചിന്തകൾ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടണ്ട. ചിന്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫിൽട്ടർ ചെയ്യണം. വേണ്ടുന്നത് അകത്തേക്ക് പ്രവേശിപ്പിക്കണം, വേണ്ടാത്തത് വിട്ടുകളഞ്ഞേക്കണം. അങ്ങനെ ചെയ്യാമെങ്കിൽ ജയകരമായി മുന്നേറുവാൻ കഴിയും. നെഗറ്റീവ് തോട്ട്സിനെ ജയിക്കുവാനുള്ള വഴിയായി പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനന്യാസിനെ പോലെ ആകാതെ, യൂദാ ഇസ്കറിയാത്താവിനെ പോലെ ആകാതെ, യേശുവിനെ പോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കൊണ്ട് പിശാചിന്റെ ചിന്തകളെ ജയിക്കുക. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വെളിപ്പാട് തരട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. രണ്ട് ചിന്തകൾ വരും. ദൈവത്തിന്റെ ചിന്ത വരും, പിശാചിന്റെ ചിന്ത വരും. ദൈവത്തിന്റെ ചിന്തയ്ക്ക് എൻട്രി കൊടുക്കുക, പിശാചിന്റെ ചിന്തയെ സ്റ്റോപ്പ് ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.